ഹായ്, ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. എനിക്കൂടെ സുഖമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 8-8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി കിടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ നല്ല തെളിച്ചുണ്ട്. ഈ കാലാവസ്ഥേൻ്റെ പറയാനൊന്നും പറ്റില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയാണ് ഇടയ്ക്കിടയ്ക്ക്. പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറിയിട്ട് മഴ പെയ്യും. അപ്പം എന്തായാലും കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പഴവും പുഴുങ്ങിയും മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ചായക്ക്. പിന്നെ വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പഴവും മുട്ടയൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ നമ്മുടെ നാസ്തക്കൊന്നും കാര്യമില്ല, ആരും കഴിക്കൂല. അപ്പോൾ നമ്മൾ ആദ്യം സ്കൂളിൽ പോകാനാകുമ്പം ഇതൊക്കെ കഴിച്ച് അങ്ങനെ മുട്ടയൊന്നും കഴിക്കില്ല. പഴം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ദോശയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടുത്താൽ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വേറെ കത്തലും കാര്യങ്ങളൊന്നും വേണ്ട, ചോറിനൊക്കെ വേഗം വെള്ളം വെച്ചിട്ട് അരിയിടാന്ന്. എന്തായാലും അങ്ങനെ പഴവും മുട്ടൊക്കെ കഴിക്കട്ടെ. ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വിചാരിച്ചു ചായ കുടിക്കാൻ. ഓരോ ദിവസം ഒരു തോന്നലാണ്. ഞാൻ അധികം പിന്നെ കുടിക്കുന്നുണ്ടെങ്കിൽ ചായ കുടിക്കാതെ നമ്മുടെ കോഫിയാണ് കേട്ടോ കുടിക്കൽ, കട്ടൻ കോഫി. അപ്പോൾ പിന്നെ പാലൊന്നും ഒഴിക്കാതെയുള്ള കോഫിയാണ് കുടിക്കൽ. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ടയും പുഴുങ്ങി അതിപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ വിചാരിച്ചു ഏതായാലും കുടിച്ചേക്കാന്നുള്ളത്. ആദ്യമൊക്കെ എനിക്ക് ചായ ഇല്ലാതാവുകയേ ചെയ്യില്ല. രാവിലെയും വേണം വൈകുന്നേരവും വേണം കേട്ടോ. കൃത്യ ടൈമിൽ ചായ വേണം. പക്ഷേ ഇപ്പം അതില്ല. അടുക്കളയിലേക്ക് കൂടി നോക്കുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് സാധാരണ പുറത്താണ് കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കൽ. ഇന്ന് എന്തായാലും വിചാരിച്ചു ഗ്യാസിൻ്റെ മേലെ വെക്കാമെന്നെങ്കിൽ. ചിക്കൻ കറി പിന്നെ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്, കത്തലൊക്കെ ആക്കാൻ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നാക്കോടെ ABC പൗഡറാണ് കേട്ടോ ഇത്. ഞാനിത് പിന്നെ ആദ്യമായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഭയങ്കര ബ്ലഡ് കുറവും ഒക്കെയാണ് കേട്ടോ. തീരെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങും. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ എൻ്റെ തടിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഉഷാറൊന്നുമില്ല കേട്ടോ. ഗുളികയൊക്കെ ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഞാൻ പ്രശ്നങ്ങളൊന്നും അങ്ങനെ പറയലില്ല. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഞാൻ എന്തായാലും വാങ്ങിക്കുക വെച്ചിട്ട് കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ആദ്യം എന്തായാലും ഒരു ബോട്ടിലൊന്ന് വാങ്ങിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കുടിക്കലുണ്ട്. പക്ഷെ ഒരു ദിവസം ചെയ്തതിനാൽ പിറ്റേ ദിവസം അത് മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ മടിയില്ലാതെ കുടിക്കാമല്ലോ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ പാലിന് വേണം കേട്ടോ. ചൂടുവെള്ളത്തിലൊക്കെ കഴിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചൂടുവെള്ളത്തിലൊന്നും എനിക്ക് ശരിയാവുന്ന തോന്നുന്നില്ല. പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതേ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട അതായിട്ട് അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. ചെറിയുള്ളിയും നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പാണ്. പിന്നെ അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതുകൂടി ഇട്ടെടുത്തിട്ട് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ചെറിയ തീയിലിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കൂട്ടി കൊടുക്കരുത്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസോളം വെള്ളം വേണം കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നതല്ലേ, മീൻ ഇടുന്ന മീനും കൂടി ുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിഭാഗം വെന്ത് കഴിച്ചാൽ തിരിച്ചും മറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ചെറിയ തീയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ മീനൊക്കെ ആകുമ്പോൾ. ഞാനിപ്പോൾ അയിലയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മത്തിയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പം കുഞ്ഞൻ അയില കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടൊക്കെയാണ് ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ എണ്ണ വരുന്നതും വരെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്കിങ്ങനെ ചെറിയൊരു ഗ്രേവിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ വറ്റിച്ച് ഫ്രൈ പോലെ ആക്കിയിട്ടും എടുക്കാം കേട്ടോ. ഞാനിത് ചെറുതായിട്ടൊന്ന് ഗ്രേവി പോലെയാണ് ഉണ്ടാക്കി, ചെറുതായിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചേട്ടാ. പിന്നെ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വറ്റി വരും. അപ്പം അതിൻ്റെ ആ ഒരു മസാലയും ഒരു മീനും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറിയാക്കി നോക്കുമ്പോൾ എനിക്ക് സമാധാനമില്ല, പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കണം എന്ന് തോന്നി. ഞാൻ സാധാരണ ചോറ് കഴിക്കുന്ന സമയമൊന്നും ആയിട്ടില്ല. ഉച്ചക്ക് ഓറസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സാധാരണ ചോറ് കഴിക്കൽ. ഇന്നിപ്പം നേരത്തെ ഈ മീനാക്കിയത് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ചിക്കൻ കറി ഉണ്ട് രാവിലത്തെ. ഞാനത് വേണ്ട വെച്ചിട്ട് കുറേ ദിവസമായിട്ട് മീൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാനെപ്പോഴും എണീറ്റ് നോക്കുമ്പോൾ മീൻ വന്ന് പോയിട്ടുണ്ടാകും. ഒരു 8-8:30 ആകുമ്പോഴാണ് മീൻ വരിക. ഞാനിങ്ങനെ എണീച്ച് മെല്ലെ പോകുമ്പോഴത്തേനും മീൻ പോകട്ടോ. പിന്നെ എന്തായാലും ഓർമ്മയോടെ എണീച്ചത് മീൻ വാങ്ങി പിന്നെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ശമ്പരിക്കും പിന്നെ തളിപ്പറമ്പ് പോകേണ്ട കാര്യം ഉണ്ടായിന്. ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. ഹോസ്പിറ്റലിലൊന്ന് പോകണം. അത് കഴിഞ്ഞ് നമ്മളെ ബഡാ ബസാറിലൊന്ന് കയറിയതാണ്. പക്ഷെ മൊത്തത്തിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബഡാ ബസാറിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിന്. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് കേട്ടോ കയറിയത്.
കയറിയൊക്കെ നിറയെ പൊടിയൊക്കെ പിടിച്ച് ഒന്നും നല്ല സാധനങ്ങളൊന്നും ഇല്ലല്ലോ, പഴയ സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്തായാലും ഒന്ന് ജസ്റ്റ് കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അവരോട് ചോദിച്ചപ്പം പറഞ്ഞു പിന്നെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ സ്റ്റാഫും ഒന്നും ഇല്ല കേട്ടാടാ, 1-2 ആൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഏതൊരു ദിവസം പറഞ്ഞു കേട്ടോ, 15-ാം തീയതിയോ ആണ് പുതിയ ഓപ്പണായിട്ട് വരുന്നത്, അന്ന് വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു പോന്നിട്ടാ. നല്ല ചെറിയ പൈസക്കാണ് കേട്ടോ ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. കാരണം ഉള്ളത് വിറ്റ് തീർക്കാനാന്ന് തോന്നും, പിന്നെ പുതിയ സാധനങ്ങൾ കൊണ്ടുവരാനാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ നോക്കാൻ നിന്നിട്ട് നമ്മൾക്ക് അവിടെ ഒരു വൃത്തിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് തോന്നി. ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ തിരിച്ചിറങ്ങി. എന്ത് വാങ്ങാനാണ് പോയതെന്നും പോലും ഓർമ്മയില്ല കേട്ടോ. നമ്മുടെ പലാസോടെ പാൻറ്റ് വാങ്ങിക്കാനാണ് കേട്ടോ പോയത്. പിന്നെ ലോങ് അബായ ഇല്ലേ, ലോങ് അബായ ഇപ്പോഴത്തെ പിന്നെ ടോപ്പ് അതൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ബസ്സിന് വന്ന് കയറി. അപ്പോൾ ആദ്യം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും തിരിച്ചെത്തണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ബസ്സിൽ കയറിയത്. പിന്നെ ഒരു പർദ്ദയുടെ ഷോളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലൊരു കടയിൽ പോയിട്ട് അവിടെയൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പം നമ്മൾ എപ്പം കയറിയാലും ഞങ്ങൾ സ്റ്റേറ്റിനാണ് കേട്ടോ കയറുന്നത്. നോക്കിയിരിക്കുന്നൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ മുമ്പിലെത്തുന്നത് ആ സമയത്ത് സ്റ്റേറ്റ് ബസ്സായിരിക്കും. അപ്പോൾ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, പൈസ കൊടുക്കണ്ട വിചാരിച്ചിട്ട് കയറുന്നില്ല കേട്ടോ. എന്തായാലും നമ്മൾ പോകാൻ വിചാരിച്ച് പത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ല. പക്ഷെ കയറി നോക്കുമ്പോൾ ഈ ബസ്സായിരിക്കും. അങ്ങനെ എന്തായാലും ഞങ്ങൾ ബസ് കയറി. തെറ്റന്നൂർ റോഡ് വണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ സാധാരണ പോകാറ്. അവിടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നമ്മൾ അന്നത്തെ ദിവസം കുറച്ചിടക്കൊരു മഴ പെയ്തു എന്നല്ലാതെ പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിന്നെ അതിനിടയ്ക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? എനിക്കോടെ സുഖമാണ്. പിന്നെ വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ, കുറയൊന്നുമില്ല, നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് എന്ത് പറ്റി വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇല്ലേ, എടുക്കാനുള്ള മടി, പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞില്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്, അതുകൊണ്ട് കൂടിയാണ്. പിന്നെ നമ്മൾ തളിപ്പറമ്പിൽ നിന്ന് വന്നിട്ട് പൂവത്താണ് കേട്ടോ ബസ് ഇറങ്ങിയത്. അവിടെ വന്നിട്ട് ഒരു അവക്കാഡോ ജ്യൂസ് കഴിച്ചു. കുറേ നാളായിട്ടുണ്ട് പിന്നെ അവക്കാഡോ ഒക്കെ കഴിച്ചിട്ട്. ഞാനങ്ങനെ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ, എനിക്ക് എപ്പോഴും ലൈം അങ്ങനെയൊക്കെയാണ് കേട്ടോ. പീഠത്തിൽ എന്തായാലും അത് കുടിക്കാൻ വെച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, കുറച്ച് എന്താ പറയുക കുട്ടികളുടെ സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ. മഴ ഇങ്ങനെ കുറേ നോക്കിയിരുന്നു. പിന്നെ മഴ നോക്കിയിരുന്നാൽ നടക്കൂല എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങിയിട്ട് മഴയത്ത് നടന്നു. പിന്നെ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത്. പക്ഷേ അവർ കുറേ പറഞ്ഞു പോണ്ട മഴയല്ലേ, മഴ കുറയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിന്നിട്ടില്ല കേട്ടോ. ഓളും എന്നെ ഞാൻ പറഞ്ഞപ്പോൾ മുമ്പിൽ നടന്നു. പിന്നെ പർദ്ദേൻ്റെ ഒരു ഷോൾ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച്. പിന്നെ മറ്റേ നമ്മുടെ എന്താ പറയുക തിളങ്ങുന്നതിൻ്റെ പേരെന്തോ ഉണ്ടല്ലോ, വാങ്ങിയിട്ട് കൊണ്ടുവന്നു. പക്ഷേ എനിക്കിഷ്ടമായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് കൊണ്ടു കൊടുക്കണം. പിന്നെ സാധാരണ ഒരു